വേൾഡിനെ അറിയണം, എനിക്കിത് അറിയണം, എനിക്കിത് പഠിക്കണം എന്ന് പറയണവൻ ആര് എന്നറിയൂ. വലിയ ടീച്ചിങ് ആണ് മഹർഷിയുടെ വലിയൊരു ടീച്ചിങ്. ഞാൻ 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 എന്ന് പറയണത് ആര്? ഇപ്പം ആരും നോക്കിയ ഒരു അഭിമാനമാണ്. ഇപ്പം ഈ കൂട്ടത്തിലിരിക്കണ ആരെങ്കിലും ഞാൻ ഒരു കുറ്റം പറഞ്ഞു തുടങ്ങിയാൽ അവർക്ക് ഈ പ്രഭാഷണമൊന്നും കേൾക്കാനേ പറ്റില്ല. എന്തുകൊണ്ടാണ്? അഭിമാനത്തിൽ ഹർട്ടാവും. ഇത് ആരെങ്കിലും ഒരാളെ ഞാൻ ഇപ്പോൾ പുകഴ്ത്തി പറഞ്ഞാലോ അവർ വളരെ ശ്രദ്ധാപൂർവം കേൾക്കും. അഭിമാനമാണത്. മാനത്തിൽ ഉറുപ്പവർ മാനത്തെ അഴിത്ത് അഭിമാനം ഇല്ലാതെ ഒളിർ അരുണാചലൻ. അരുണാചലൻ എന്ന് വെച്ചാൽ ഗുരു ഈ അഭിമാനത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഗുരുവാണ് അധ്യാത്മവിദ്യയ്ക്ക് ഒരു സ്റ്റെപ്പ്, സ്പിരിച്വാലിറ്റിക്ക് ജ്ഞാനത്തിലെ ഒരു പടി ഗുരുവാണ്. ആർക്കെങ്കിലുമൊക്കെ അയ്യോ ഞാൻ ഈ വഴിക്ക് എനിക്കിതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഗുരു എപ്പോൾ അപ്പിയർ ആവണോ അപ്പോൾ ജ്ഞാനം ഉദിച്ചു എന്നർത്ഥം. ഫസ്റ്റ് സ്റ്റെപ്പ് അത് ഗുരുവാണ്. ഇപ്പോൾ അർജുനന് തന്നെ അധ്യാത്മവിദ്യ കിട്ടാൻ കാരണം എന്താ? സുഹൃത്തായിട്ട് കൃഷ്ണനുണ്ട്. കൃഷ്ണന് വെറുതെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് വേദാന്തം പറയാം എന്ന് പറഞ്ഞില്ലല്ലോ. എപ്പോൾ പറഞ്ഞു? അതീവമായിട്ടുള്ള ദുഃഖം വന്നു. ദുഃഖം വന്നപ്പോൾ പറഞ്ഞോ? ഇല്ല. അവസാനം ദുഃഖം വന്ന് അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞോ? ഉപദേശിച്ചൊന്നുമില്ല കൃഷ്ണൻ. കൃഷ്ണൻ പറഞ്ഞു ക്ലൈഭ്യം മാസ്മഗമഃ പാർത്ഥ. ഇത് ആണും പെണ്ണും കെട്ട പരിപാടിയല്ലേ, ചീത്ത പറഞ്ഞു. അവസാനം ഞാൻ അങ്ങയുടെ ശിഷ്യനായിരിക്കുകയാണ്. കാരണം അങ്ങ് പരമശാന്തനായിട്ടിരിക്കണു, ഈ യുദ്ധമധ്യത്തിലും ഒന്നും ബാധിക്കാത്തതായിട്ടിരിക്കണു. അങ്ങയുടെ സുഹൃത്തുക്കളും അങ്ങ് ആദരിക്കണവരും ഉണ്ട്. എന്നാൽ കൂടെയും അങ്ങ് ശാന്തമായിട്ട് യുദ്ധത്തിനിരിക്കണമല്ലോ, അങ്ങക്ക് ഈ പരിഹാരം അറിയാം. അതുകൊണ്ട് അതുവരയ്ക്കും ഫ്രണ്ട് എന്ന് കണ്ട കൃഷ്ണൻ എന്ത് ചെയ്തു? അർജുനൻ കൃഷ്ണനെ ഗുരുവായിട്ട് സങ്കല്പിച്ചപ്പോൾ ഉപദേശം ആരംഭിച്ചു അല്ലേ? അപ്പോൾ അധ്യാത്മത്തിൽ ജ്ഞാനത്തിന് ഒരു സ്റ്റെപ്പ് ഗുരുവാണ്. അതേ ജ്ഞാനത്തിന് ഒരു ബലം ഗുരുവാണ്. ജ്ഞാനത്തിനൊരു ബലം, ഒരു പിടിക്കാൻ, ഒരു ആലംബം. ഏതദാലംബനം ജ്ഞാത്വ. ഇതൊരു ആലംബമാണ്, ഇതൊരു പിടിവള്ളിയാണ്, ഇതൊരു ബലമാണ്. ആ ബലത്തിൽ നമ്മളിരുന്നാൽ ജ്ഞാനമേ ഗുരു. ജ്ഞാനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗുരു, ജ്ഞാനത്തിന് ബലം ഗുരു, ജ്ഞാനമേ ഗുരു. അതാണ് ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി ജ്ഞാനമേ വടിവമായിട്ടിരിക്കണം. ആ രൂപമേ ജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരെ ഒരു വർഷക്കാലം ഉപദേശിച്ചു. ഒരു വർഷക്കാലം ശിഷ്യന്മാരെയൊക്കെ ഉപദേശിച്ചു. സനന്ദനാദികളെയൊക്കെ ഉപദേശിച്ചു. അവരൊന്നും പ്രകാശിച്ചേയില്ല. അവസാനം മൗനത്തിലിരുന്ന സമയത്ത് ആ മൗനം തന്നെ ഉപദേശമായി മാറി. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം. മൗനം തന്നെ വ്യാഖ്യാനം. എങ്ങനെ മൗനം വ്യാഖ്യാനമാവണത്? ഇപ്പോൾ അതിന് റോബർട്ട് ആഡം എന്ന് പറഞ്ഞിട്ട് മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം പറയണു, ഇപ്പോൾ ഒരാൾ ചോദിച്ചു, ജ്ഞാനികളൊക്കെ എന്തിനാ സംസാരിക്കണത്? ജ്ഞാനികളൊക്കെ എന്തിനിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണതും സംസാരിക്കണതും ഒക്കെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംസാരിക്കണത് എന്തിനാന്ന് വെച്ചാൽ മൗനത്തിനെ പറഞ്ഞു കൊടുക്കാൻ, മൗനത്തിനെ കാണിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഒരു സെൻറ്റൻസിന് കുറച്ച് വേർഡ്സ് വേണം, വേർഡ്സിന് ലെറ്റേഴ്സ് വേണം അല്ലേ? അപ്പോൾ ഐ ആം ഗോയിങ് ടു ബാത്റൂം എന്നൊരു വാക്ക് വെച്ചോളൂ. ഐ ആം ഗോയിങ് ടു ബാത്റൂം. ആ ലെറ്റർ ഒരുമിച്ച് അങ്ങോട്ട് എഴുതിയാൽ നിങ്ങൾക്ക് വല്ല മനസ്സിലാവോ? ഒരു ഗ്യാപ്പും ഇല്ലാതെ ഒരുമിച്ച് എഴുതിയാൽ മനസ്സിലാവോ? ഇല്ല. അപ്പോൾ അദ്ദേഹം പറയണു, ഒരു വാക്കിന് ഐ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, ആം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, ഗോയിങ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ്. അപ്പോൾ പതുക്കെ 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 നമുക്ക് മനസ്സിലായി തുടങ്ങും അല്ലേ? ഇല്ലെങ്കിൽ 72ാമത്തെ വയസ്സിൽ അമ്മിണി അമ്മ എന്ന് പറഞ്ഞൊരു അമ്മ
72ാമത്തെ വയസ്സിൽ മലയാളം പഠിച്ചിട്ട് ഫസ്റ്റ് ഗുരുവായൂർ ദർശനത്തിന് പോയി. ഫ്രണ്ടിൽ പോയി അങ്ങോട്ട് ബോർഡ് വായിച്ചു, ഓമന മോൻ അരയണയാ, ഓം നമോ നാരായണ, അതിന് ഓമന മോൻ അരയണയാ എന്ന് വായിച്ചു. അപ്പോൾ ഗ്യാപ്പ്, ആ ഗ്യാപ്പിനാണ് എട അല്ലേ? ഭഗവാന് തമിഴിലൊരു പേരുണ്ട്, എടയൻ എന്നൊരു പേരുണ്ട്. ഇടയൻ എന്ന് വെച്ചാൽ ഇടയിൽ നിന്നിട്ടാണ് നമുക്കിതിനെ പ്രകാശിപ്പിച്ച് തരണത്. എന്തിനാ സംസാരിക്കണത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്പീച്ച്? ഈസ് ടു ബി സ്പീച്ച്ലെസ്. എവറി സ്പീച്ച് ഈസ് ഫോർ സ്പീച്ച്ലെസ്നെസ്. എന്തിനാണ് ഈ ആക്ഷൻ ചെയ്യണത്? എന്തിനാണ് കർമ്മം ചെയ്യണത്? നമ്മൾ സൗഖ്യമായിട്ടിരിക്കാൻ അല്ലേ? എല്ലാവരും ജോലി എടുക്കുന്നത് എന്തിനാ? സൗഖ്യമായിട്ടിരിക്കാൻ, സന്തോഷമായിട്ടിരിക്കാൻ, സമാധാനമായിട്ടിരിക്കാൻ, ശാന്തമായിട്ടിരിക്കാൻ. രാവിലെയൊക്കെ യോഗ ക്ലാസ് എന്ന് പറഞ്ഞ് കുറച്ച് പേർ പോകും. കുറച്ച് പേരല്ല, മിക്കവരും പോകും. നല്ലത് തന്നെ. അതേ യോഗ വലിയ രീതിയിലൊക്കെ സ്ട്രെച്ചൊക്കെ ചെയ്ത് ശ്വാസമൊക്കെ പിടിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് തലകുത്തനെയൊക്കെ നിന്നിട്ട് അവസാനം എന്തു പറയും? റിലാക്സ്. അതിനെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് സമത്വം യോഗ ഉച്യതേ. റിലാക്സേഷൻ, സമത്വം, നാച്ചുറൽ, നമ്മുടെ നാച്ചുറൽ സ്ഥിതി. എങ്ങനെ നമ്മളെ നാച്ചുറൽ സ്ഥിതി പോണു? എക്സ്പെക്റ്റേഷൻ. നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ നിജസ്ഥിതിയിൽ നിന്നും നമ്മളെ വേവറിങ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ചുമ്മാ ഇരുന്ന് ഒരു ഓലക്കൂരയിലിരുന്നു, അപ്പോൾ വിചാരിക്കും എനിക്കൊരു ടെറസ് കെട്ടിടമാക്കിയാൽ മതി. ശരി, അപ്പോൾ ചിരിച്ചുകൊണ്ട് SBI ബാങ്കൊക്കെ നിൽക്കും. ആ ബാങ്കിൽ പോയി കൈവയ്ക്കും. ലോണ് കിട്ടണവരൊക്കെ ചിരിയുള്ളൂ. ഫസ്റ്റ് മന്ത് EMI വന്ന് തുടങ്ങുമ്പോൾ ബാങ്കിനെ കുറ്റം പറഞ്ഞു തുടങ്ങും. എന്തുകൊണ്ട്? കാരണം എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ ഇല്ലാതിരുന്നാൽ നമ്മൾ നാച്ചുറലാണ്, നമ്മൾ സമസ്ഥിതിയിലാണ്. അപ്പോൾ സമസ്ഥിതിയിൽ നിന്നും നമുക്ക് വെളിയിലേക്ക് വിക്ഷേപം വരാൻ കാരണം മനസ്സാണ്. അപ്പോൾ ഈ മനസ്സിനെ അടക്കലാണ് യോഗ. അതുകൊണ്ട് പതഞ്ജലി യോഗസൂത്രത്തിൽ ആദ്യത്തെ സൂത്രം തന്നെ പറയണു, യോഗ ചിത്തവൃത്തി നിരോധ. യോഗം എന്തിനാണ്? യോഗ എന്തിനാണ്? ചിത്തവൃത്തി നിരോധ. ഏതെങ്കിലും യോഗ ക്ലാസ്സിൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ പോയി ചോദിച്ചു നോക്കൂ, എന്തിനാ യോഗ എന്ന് ചോദിച്ചാൽ അവർ പറയും സൗന്ദര്യം വർദ്ധിക്കും. ആരേതിലാണ് വരണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഒരാൾ, നമുക്കറിയാമെന്നുള്ളൊരു പരിചയത്തിലുള്ള ഒരാൾ യോഗ പഠിപ്പിക്കും. ആൾ കുറച്ച് കറുത്ത് ഇരുണ്ടിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യോഗയ്ക്ക് വരും, എന്താ എനിക്ക് ഗുണം ചോദിച്ചു. നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും, നല്ല യോഗ ചെയ്താൽ നല്ല സൗന്ദര്യം ഉണ്ടാക്കും. അപ്പോൾ ഈ കുട്ടി, എല്ലാ കൂട്ടത്തിലും ഒരു വിത്ത് കാണുമല്ലോ, ആ കുട്ടി അപ്പം തന്നെ ചോദിച്ചു, പിന്നെ എന്താ ചേട്ടൻ ചൊക്കനെ പോലെ ഇരിക്കണമെന്ന്. പഠിപ്പിക്കുന്ന ആള് കറുത്ത് ഇരുണ്ട് കരിവാളിച്ചിരുന്നിട്ട് യോഗം എന്ന് പറഞ്ഞാൽ ശാന്തം, ശാന്തത. ഗുരു എന്തിനാ വന്നിരിക്കുന്നത്? നമുക്ക് ശാന്തിയെ തരാൻ വേണ്ടിയിട്ട്, സമാധാനത്തെ തരാൻ വേണ്ടിയിട്ട്. മറ്റു വിദ്യകളൊന്നും നമുക്ക് സമാധാനം തരയില്ല, കർമ്മങ്ങളൊന്നും നമുക്ക് സമാധാനം തരയില്ല. എല്ലാ കർമ്മവും കർമ്മമില്ലായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് നമ്മൾ ആലോചിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം പോലും പൂജ ചെയ്യണം എന്തിനാ? തീർക്കാൻ വേണ്ടിയിട്ട് അല്ലേ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പൂജ? ഈസ് ടു പൂജ. എന്തിനാ സത്സംഗം? ഇതിലൂടെ മുക്തിയൊന്നുമില്ല. ആരും അത് പ്രതീക്ഷിച്ച് സത്സംഗത്തിലേ വരണ്ട. സത്സംഗം എന്തിനാന്ന് വെച്ചാൽ സത്സംഗത്തിന്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഫലയിച്ചയില്ലാതിരിക്കും. പൂജ എന്തിനാ? പൂജയ്ക്ക്. സത്സംഗം എന്തിനാ? സത്സംഗം. അമ്പലത്തിൽ പോകണം എന്തിനാ? പ്രസാദത്തിന്. പറഞ്ഞാൽ ഫലയിച്ചയാണ് അല്ലേ? അമ്പലത്തിൽ പോകണം എന്തിനാ? എന്നെ ക്യൂ നിർത്താതെ കേട്ടണം. ഇത് ഫലയിച്ചയാണ്. ഫലയിച്ചയില്ലാതിരിക്കണമെങ്കിൽ എന്തിന് അമ്പലത്തിൽ പോകണോ? അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. എന്തിന് സത്സംഗം കേൾക്കണോ? സത്സംഗത്തിൽ പോകണം. എന്തിന് ഗുരുവിന് വേണ്ടിയിട്ട്. എന്തിന് ആക്ഷൻ? കർമ്മത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ജനിച്ചു കഴിഞ്ഞു, എന്തെങ്കിലും കർമ്മം ചെയ്യണം, വേറെ വഴിയില്ല. എപ്പോൾ തീരുമോ, ഈ പ്രാരാബ്ദം തീരുമോ, മതി എന്ന് ഒരു ശക്തി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാം. അതുകൊണ്ടാണ് റിട്ടയർഡ് ആകുമ്പോഴൊക്കെ ആൾക്കാർ പറഞ്ഞത് ഇനി മതി, ഒന്നും വേണ്ട എന്ന് പറയണത്. ചിലർ റിട്ടയർഡ് ആയാലും തീരില്ല. 90 വയസ്സായ ഒരു അമ്മ
ഒരു ബാങ്കിൽ പോയിട്ട് ഒരു 10 ലക്ഷം രൂപ FD ഇട്ടു. എന്നിട്ട് ചോദിക്കുകയാണ്, അവിടുത്തെ ക്ലർക്കിനോട് ചോദിക്കുകയാണ്, 20 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? ഒരു ശ്വാസം, 90 വയസ്സായി, ഇനി 20 വർഷം കഴിഞ്ഞിട്ട് എന്ത് ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ അറിയണേ ഇല്ല, നമ്മൾ ആയുർനശ്യതി പശ്യതാം പ്രതിദിനം, ആയുസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ഈ സെക്കൻഡ് കൂടെയും ഇത് ആരംഭിച്ചു, ഇത് ഗുരുപൂർണിമ തീർന്നു, അടുത്ത ഗുരുപൂർണിമ വരും, ചാതുർമാസ്യം തീരും, ഒക്കെ തീരും. ഓരോ നിമിഷവും നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ശരീരം, മനസ്സ്, ബുദ്ധി, സെൽസ് ഒക്കെ. ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നശിക്കാത്ത ഒരു പൊരുളിനെ കാണിച്ചു തരാനാണ് ഗുരുവിൻ്റെ ആവിർഭവനം. തൻ്റെ ഉള്ളിൽ തന്നെ നശിക്കാത്ത ഒരു പൊരുൾ ഇരിപ്പുണ്ട്. നശിക്കണ പൊരുളാണ് ഈ ലോകവിഷയങ്ങൾ മുഴുവൻ. വെളിയിൽ നമ്മൾ തേടണത് മുഴുവൻ നശിക്കണതാണ്. വീട് അല്ലേ, വയനാട്ടിൽ വലിയ പ്രളയം വന്നു, അച്ഛനും കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാവരും കൂടെ വിളിച്ചു. ഇല്ല, ഞാൻ കെട്ടിയ വീടാണ്, ഇതിവിടുന്ന് ഒരു അടി ഞാൻ അനങ്ങില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ചെളി മണ്ണിൻ്റെ അകത്ത് കിടക്കുന്നു, വീടൊക്കെ ഒലിച്ചു പോയി. നമ്മളേതെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കണോ? നമ്മളൊരു ചെരുപ്പ് കൂടെയും നമ്മുടേതെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കണം. ആ ചെരുപ്പ് ഇയാളുടേതാണെന്ന് പറയുമോ? അത് അടുത്തൊരാൾ ഇട്ട് പോകുമ്പോൾ സുഖമായിട്ട് അയാളുടെ കൂടെ പോവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണു? ആവശ്യമില്ലാതെ പോയി അറ്റാച്ച്ഡ് ആവണം ചെരുപ്പിലോ. ഒരു അമ്പലത്തിൽ ഒരു പുതിയ ചെരുപ്പിട്ടുകൊണ്ട് പോയാൽ ഭഗവാൻ ചിന്തയിലേ വരില്ല. വരുമോ? ചെരുപ്പ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും. ആ അമ്പലത്തിൽ ആരെങ്കിലും തൊഴാൻ വന്നാൽ വിചാരിക്കും, ഇവൻ എൻ്റെ ചെരുപ്പ് അടിച്ചു മാറ്റാൻ വന്നതാണ്. ഇല്ലേ? നമുക്ക് ആനന്ദം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വെളിയിലുള്ള വസ്തുക്കളെ നമ്മൾ ആഗ്രഹിക്കാതെ ഇരിക്കുക, അതാണ് ഏറ്റവും വലിയ ശാന്തി. ഇതിനാണ് ഗുരു പറയണത്, നീ വെളിയിലൊന്നും തേടണ്ട, നിൻ്റെ ഉള്ളിലിരിക്കണം. ആ ഉള്ളിലേക്ക് നീ തിരിയുമ്പോൾ തന്നെ വെളി വിഷയങ്ങളൊക്കെ പതുക്കെ പോക്കിയോളും. ഉള്ളിലൊന്നുമില്ലാതെ പറഞ്ഞതല്ല, ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞ് പതുക്കെ വെളി വിഷയങ്ങളുടേതായിട്ടുള്ള ആ താപങ്ങളൊക്കെ കുറയുമ്പോൾ അകത്ത് ഒരു സൂര്യൻ ജ്വലിച്ചിരിക്കണത് നമുക്ക് കാണാൻ പറ്റും. അസ്തമിക്കാത്തതായിട്ടൊരു സൂര്യൻ, ഒരു കാലത്തും അസ്തമിക്കാത്തതായിട്ട്. നമ്മളൊക്കെ വിചാരം ചെയ്തു നോക്കൂ, ശരീരം മാറിപ്പോയില്ലേ? ജനിച്ച അന്നുള്ള ശരീരമാണ് എന്നുള്ളത്, കുട്ടിയായിരിക്കുമ്പോഴുള്ള ശരീരമാണ് എന്നുള്ളത്, കോളേജിൽ പഠിക്കുമ്പോഴുള്ള ശരീരമാണ് എന്നുള്ളത്, അല്ലേ? കല്യാണം കഴിയുമ്പോഴുള്ള ശരീരമാണോ? അല്ല, അത് മാറിപ്പോയി. ഒരു യങ് ഏജിലുള്ള മനസ്സാണോ ഇപ്പോൾ ഉള്ളത്? അല്ലേ? അന്ന് കല്യാണം കഴിക്കണം. എന്തിന് യങ് ഏജ്? കല്യാണം കഴിക്കണതിന് തൊട്ട് മുമ്പ് കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കും. കല്യാണം കഴിച്ചൊരു 1 മാസം കഴിഞ്ഞാൽ വിചാരിക്കും വേണ്ടില്ലായിരുന്നു എന്ന് തോന്നും. എന്നുവെച്ചാൽ എന്താ അർത്ഥം? മനസ്സ് മാറിക്കൊണ്ടിരിക്കണം. ഒന്ന് വേണം വിചാരിക്കും, കുറച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് വിചാരിക്കും. എന്നുവെച്ചാൽ മനസ്സും ഒരിടത്ത് നിലയുറയ്ക്കണില്ല. പണ്ട് നമ്മൾ വേണം എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് കരഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കുണ്ടായിരിക്കും. കുഴവി ഉണ്ടല്ലോ അല്ലേ, അത് അങ്ങനെയല്ലേ പറയണത്, ആട്ടുകല്ല്, ആട്ടുകുഴവിയൊക്കെ പണ്ട് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വേണ്ടില്ല എന്ന് തോന്നും ചിലർ. ഇന്ന് മിക്സി വന്നപ്പോൾ ഇപ്പം നടപ്പടിയിൽ ചവിട്ടുപടിയാണത്. അന്ന് ആഗ്രഹിച്ച പലതും ഇന്ന് ചവിട്ടുപടിയൊക്കെയാണ് അല്ലേ? ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കണു. ശരീരം മാറണു, മനസ്സ് മാറണു, ബുദ്ധി. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇരിക്കണ പോലെയാണോ നമ്മളിരിക്കണത്? അല്ലേ? ഇപ്പോഴും നമ്മൾ ചെറിയ കുട്ടി, എൻ്റെ മോൻ കാർ ഓടിക്കുന്നത് പോലെ ഞാനും ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്നൊരു നമ്പർ എടുത്ത് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കും, ഇല്ലേ? അപ്പോൾ ബുദ്ധി മാറിപ്പോയി. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും ഞാൻ എന്നൊരു അനുഭവം, അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? ശരീരം മാറിപ്പോയി, ബുദ്ധി മാറിപ്പോയി, മനസ്സ് മാറിപ്പോയി, ഞാൻ എന്നൊരു അനുഭവം, അതിന് മാറ്റമുണ്ടോ? അത് മാറാത്ത പൊരുളാണ്. അതെപ്പോഴെങ്കിലും മാറുമോ? ഇപ്പോഴും ഉണ്ട്. ഇനി ഇവിടെ ഇരുന്നങ്ങോട്ട് ഉറങ്ങിപ്പോയാലും അത് തന്നെയാണുള്ളത്. ഡീപ്പ് സ്ലീപ്പിലും അത് തന്നെയാണുള്ളത്.
അതിന് ആരംഭം ഉണ്ടോ? ഇപ്പം നിങ്ങളൊക്കെ ജനിച്ചു എന്ന് പറയണം അല്ലേ, ഞാനൊക്കെ ജനിച്ചു എന്ന് ഒരു പറഞ്ഞ് എനിക്കറിയാവൂ. ജനിച്ചു, ഒരു സമയത്ത് ജനിച്ചു. ആർക്കെങ്കിലും ആരംഭം അറിയോ? ഞാൻ ഇന്ന് തൊട്ട് ആരംഭിച്ചു. ഇപ്പോൾ ഒരു റേസിന് പോയാൽ കൂടെയും ഇവിടെ നിന്ന് ഓടി ഇവിടെ ആരംഭിച്ച സ്ഥലം അറിയാം അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് അമ്മ വീട്ടിൽ നിന്ന് ദൂരെ വന്നു, ആരംഭിച്ചത് വീട്ടിൽ നിന്നാണെന്നറിയാം, ഇവിടെ വന്ന് നിന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നറിയാം. അപ്പോൾ നമ്മൾ ജനിച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരംഭം എവിടെ അറിയോ? എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച പൊരുളല്ല എന്നർത്ഥം. ജനിച്ച പൊരുളിനെ ആരംഭമുള്ളൂ, ഞാൻ ജനിച്ചിട്ടില്ല. ജനിക്കാത്ത പൊരുളിന് മരണമുണ്ടോ? ജനിച്ചതൊക്കെ മരിക്കും അല്ലേ. ശരീരം ജനിച്ചിട്ടുണ്ട്, മരിക്കും. ആരും ശരീരമൊന്നും മരിക്കില്ല എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ഏതോ പുസ്തകമൊക്കെ വായിച്ചിട്ട് യോഗസാധനയെക്കുറിച്ച് ചോദിക്കുകയാണ്. ഭഗവാനെ, இந்த யோக சாதனையெல்லாம் பண்ணால் நிறைய காலம், ரொம்ப வருஷம் ரோகமே இல்லாமல் இருந்துடலாம் அப்படின்னு சொல்கிறது ഭഗവാനെ. ഈ യോഗ സാധനയൊക്കെ ചെയ്ത് നോക്കിയാൽ എത്രയോ കൊല്ലക്കാലം, എത്രയോ കണക്ക് 100, 150, 200 വയസ്സ് വരയ്ക്കും ഒരു കുഴപ്പമില്ലാതെ, രോഗമേ ഇല്ലാതെ ഇരിക്കാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞു. വ്യാധിയെ വരാമ ഇരുക്ക മുടിയുമേ ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ റിപ്ലൈ ചെയ്യാണ്, ആമാ പോയി. ഭഗവാൻ ആ റിപ്ലൈ ഒക്കെ നമ്മൾ കേൾക്കും. ഇപ്പം എൻ്റെ അടുത്താണ് പറയണമെങ്കിൽ ഞാൻ തിരിച്ച് എന്തെങ്കിലും പറയും, വേറെ ആരുടെ അടുത്തൊക്കെ ചോദിച്ചാലും പറയും. ഭഗവാൻ അതിനൊന്നിനെ എതിർത്ത് പറയേയില്ല. ഭഗവാൻ പറഞ്ഞു, ആമാ പോയി, അത് തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, இந்த உடம்பே ஒரு வியாதி, இந்த உடம்பே ஒரு வியாதி, அதுக்கு வியாதி வந்துன்னு சொல்லணும்னா വ്യാധിക്ക് വ്യാധി വന്നതെന്ന് ചൊല്ലണം. ഈ ശരീരമേ ഒരു വ്യാധി, ഇതിന് വ്യാധി വന്നു എന്ന് പറയണമെങ്കിൽ ഇപ്പം ജലദോഷത്തിന് ജലദോഷം പിടിച്ചു എന്ന് പറയണം അത്രേ. അപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല അതെന്താ. അപ്പോൾ അടുത്തിരുന്ന ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ശരീരം യോഗസാധന ചെയ്ത് നീ ജീവിച്ചിരിക്കണമെങ്കിൽ ഇത് രോഗം എന്ന് നിനക്ക് അറിയണമല്ലോ. ഈ രോഗത്തിൻ്റെ ഒരു മരുന്നാണ് നീ യോഗസാധനയായിട്ട് കാണുന്നത് അല്ലേ. ശരീരം ഒരു രോഗം, ഇതിനൊരു മരുന്നിനെയാണ് നീ യോഗസാധന കാണുന്നത്. അപ്പോൾ ഭഗവാൻ അതിനെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്, ഉടമ്പേ ഒരു വ്യാധി. ഇതിന് എത്ര എണ്ണയിട്ട് വേണം വെച്ചു കൊടുത്തോ, എത്ര ഇഡ്ഡലി കൊടുത്തോ, എത്ര ഊണ് കൊടുത്തോ, പോണതിന് തൊട്ട് മുമ്പ് ടാറ്റാ ബൈ ബൈ സി ഒന്നും പറയില്ലേ. ഇതൊരു പോക്ക്, ഒരു നന്ദിയില്ലാത്ത വസ്തുവിനെയാണ് നമ്മൾ ഡെയിലി അല്ലേ നോക്കിക്കൊണ്ടേയിരിക്കണത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഒരു നന്ദിയില്ല. എന്നാൽ ഒരു രോഗം വരുമ്പോൾ ഒരാഴ്ച മുമ്പെങ്കിലും പറയണ്ടേ, നമുക്കൊരു പ്രിക്കോഷൻ, ഹോസ്പിറ്റലിൽ പോയി നേരത്തെ അഡ്മിറ്റ് ആവാമല്ലോ. വരണില്ലല്ലോ, സഡനായിട്ട് വരണോ, പെട്ടെന്ന്, വിദ്യുച്ഛലം ജീവിതം അല്ലേ. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ മുന്നിൽ മരണമെത്താം, സഫറിങ് എത്താം. ഇന്ന് സന്തോഷമായിരിക്കണം, നാളെ ദുഃഖിക്കും. ഈ ദുഃഖത്തിന് ഒരു അറുതി എങ്ങനെ ഉണ്ടാവും? വിമുക്ത സങ്കീർത്ത നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖ സുഖിനോ ഭവന്തു. അപ്പോൾ ഒരു നാമജപം തന്നെ നമ്മുടെ ദുഃഖത്തിൽ നിന്നും കരകയറ്റും. എന്ന് വെച്ചാൽ നാമം നാമിയെ കാണിച്ചു തരും. നാമം നാമിയെ കാണിച്ചു തരും. ആരാ? നമ്മൾ തന്നെയാണ്. വെളിയിലൊരു ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം മാറേയില്ല. ഗോപികമാരൊക്കെ വെളിയിൽ ഈശ്വരനെ കണ്ടു. ദുഃഖം, ഇത് കള്ളക്കണ്ണൻ അല്പനേരം വന്നിട്ട് നമ്മളെയൊക്കെ രമിപ്പിച്ചിട്ട് പോണതാ അല്ലേ. ആത്മവസ്തുവായിട്ട്, ആത്മാവായിട്ട് തന്നെ ഈശ്വരനെ കണ്ടപ്പോൾ സർവവും മറന്നുപോയി. സദാ മാറാത്തതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. ഇല്ലെങ്കിൽ ഈ ആഗ്രഹത്തിന് നമുക്ക് അസ്തമിക്കാനേ പറ്റില്ല. നിൽക്കണം എന്നുണ്ടെങ്കിൽ ഗുരു വേണം. ആ ഗുരു നമ്മളെ ഈ ആഗ്രഹത്തിൽ നിന്നൊക്കെ നിർത്തി നമ്മുടെ സ്വരൂപത്തിൽ ഇരുത്തും. അതുകൊണ്ട് ഈശ്വര വിശ്വാസം ആദ്യം, ഗുരു ഒന്നും വേണ്ട ഫസ്റ്റ്ലി. ഇപ്പോൾ നമുക്ക് ആർക്കും ഇപ്പോൾ ഗുരു ഇല്ലയെന്ന് വെച്ചോളൂ, ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ ആളില്ലാന്ന് വെച്ചോളൂ, ഒരു നാമത്തെ തന്നെ ഗുരുവായിട്ട് കണ്ടോളൂ.
ഏതെങ്കിലും ഒരു ചിത്രത്തിന് തന്നെ ഗുരുവായിട്ട് കണ്ടോളൂ. ഇപ്പോൾ ഭാഗവതം അതിന് ഗുരുവായിട്ട് കണ്ടോളൂ. ലളിതാ സഹസ്രനാമം ഗുരുവായിട്ട് കണ്ടോളൂ. ആ സഹസ്രനാമത്തിൽ ഒരു നാമം ഗുരുമണ്ഡല രൂപിണ്യേ നമഃ, അതിനെ വിശ്വസിച്ചാൽ ഗുരു വിൽ അപ്പിയർ. ഫ്രണ്ടിൽ ഗുരു വരും. ഏതെങ്കിലും ഒന്നിൻ്റെ അടുത്തൊരു ട്രസ്റ്റ് വേണം നമുക്ക്. ഏതെങ്കിലും ഒന്നിനെ ഏകചിന്തന, അത് നമ്മുടെ വലിയ രീതിയിലുള്ള ഉയർച്ചയിൽ കൊണ്ടുപോകും. ഒരു ഗുരുവിനെ നമ്മൾ നല്ല രീതിയിൽ മുറുകെ പിടിച്ചാൽ ആ ഗുരു തന്നെ നമുക്ക് പരമാത്മലക്ഷ്യം കാണിച്ചു തരും. ഈശ്വരൻ ഗുരുഹു ഈശ്വരഃ ഗുരുഹു ആത്മേതി. ഈശ്വരൻ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഗുരുവായിട്ട് വരണത്. ആ ഗുരു തന്നെയാണ് തൻ്റെ ഉള്ളിൽ ആത്മാവായിട്ട് തന്നെ വരണത്. അതുകൊണ്ട് ഗുരു പറയണ വചനം അതിനെ സ്മരണ ചെയ്യലാണ് ഗുരുസ്മരണ. ഇന്നത്തെ ദിവസം സ്മരണ എന്ന വാക്കാണ് നമ്മൾ വച്ചിരിക്കേണ്ടത്. എന്തിനാ ഗുരു ആചരണം? ഗുരുവിന് പാദപൂജ ചെയ്തിട്ടോ ഗുരുവിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഏതോ ഫോട്ടോയിൽ കൊണ്ട് കുറേ പൂവിടണു, എന്ത് കാര്യം? ആ സത്തേ അറിയൽ. ഭാഗവതത്തിൽ കൊണ്ട് പൂവിട്ട് വച്ചിട്ട് കാര്യമുണ്ടോ? ഭാഗവതം പരമോന്നതമായ തത്വത്തെ തരണു നമുക്ക്. അതിലൂടെ ആ തത്വത്തെ ഗ്രഹിച്ച് നമ്മൾ ഉണർവായിട്ടിരിക്കാത്തടത്തോളം ഭാഗവതം വെറും പുസ്തകം. അതുകൊണ്ടാണ് ഭാഗവതത്തിന് പറയണത് നതു ഗ്രന്ഥരാശി. ഇപ്പം പലരും ഭാഗവതത്തിൻ്റെ അർത്ഥം വേണം, ഇത് നോക്കണം, ആ ബുക്ക് വേണം, ഈ ബുക്ക് വേണം. ഭാഗവതമേ പറയണു നതു ഗ്രന്ഥരാശി പ്രത്യക്ഷ കൃഷ്ണയേവഹി. അത് പ്രത്യക്ഷ കൃഷ്ണനാണ്. എന്ന് വെച്ചാൽ കൃഷ്ണൻ ഏതൊരു അനുഭവത്തിൽ നിന്നു. കൃഷ്ണന് വല്ല സക്സസ് ഉണ്ടോ? നമ്മൾ കരുതുന്ന പോലെ വീട്, കൊട്ടാരം, കാറ്, ബെൻസൊക്കെ ഉണ്ടോ കൃഷ്ണന്? ഉള്ളതെല്ലാം പോയി, എല്ലാം തമ്മിലടിച്ചു പോയി. പക്ഷെ വിടാതെ ആനന്ദം കൃഷ്ണനുണ്ടായിരുന്നു, പൂർണ്ണാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണനെ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായിട്ട് നമ്മൾ കൃഷ്ണനെ തന്നെ നിങ്ങൾ ഗുരുവായിട്ട് എടുത്തോളൂ. ഗുരുവായൂരപ്പനെ ഗുരുവായിട്ട് എടുത്തോളൂ. ഗുരു ഇല്ല, എനിക്ക് ഉപദേശിക്കാൻ ആളില്ല എന്ന് പറഞ്ഞു എന്ന് കരയണ്ട. ഗുരുവായൂരപ്പനെ തന്നെ നിങ്ങൾ ഗുരുവായിട്ട് എടുത്തോളൂ. കൃഷ്ണനെ തന്നെ ഗുരുവായിട്ട് എടുത്തോളൂ. ലോക ഗുരുവാണ്. അത് നിങ്ങൾക്ക് പരമോന്നതമായ ആ ഉപദേശം തരും. വാൽമീകിയൊക്കെ എന്തറിയാം അല്ലേ? വാൽമീകി കാട്ടാളൻ, എന്തൊക്കെയോ നമ്മൾ പറയാം, എന്തൊക്കെയോ ചെയ്തിരിക്കണോ, ഇനി എനിക്ക് ലക്ഷ്യവും ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്നു. വാൽമീകി കാട്ടാളൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. എന്നിട്ട് അവസാനം രാമ എന്ന് തികച്ചു പറഞ്ഞില്ല, മര എന്ന് പറഞ്ഞു. മലയാളത്തിലൊക്കെ ആ മര ഈ മര എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. മര എന്ന് പറഞ്ഞു. നമ്മൾ കരുതും മര എന്ന് പറയുന്ന ആൾക്ക് രാമ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അല്ലേ? രാമ എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. മര എന്ന് പറയാൻ കാരണം രാ എന്ന് പറഞ്ഞ ഫ്രിക്ഷനാണ്, നാമത്തിൻ്റെ ഒരു അഗ്നിയാണ്. അഗ്നി ബീജമാണ്. മാ ഇതി ശാന്തി. അപ്പോൾ മര. ഇംഗ്ലീഷിൽ തന്നെ എത്രയോ അടുത്ത് 6 സൈലൻ്റാണ്. 6 പലയിടത്ത് സൈലൻ്റാണ്. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ പോയാൽ അരാമൻ, രാവ് എന്ന് പറയുന്നത് ഇരാവ്, അഗ്നി ബീജമാണ്. അതുകൊണ്ടാണ് രാമമന്ത്രം ഡയറക്റ്റ്ലി ഉപദേശം പാടില്ല എന്ന് പറയും. എല്ലാവരും രാമ 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 ഒക്കെ പറയും. രാമമന്ത്രം ഉപദേശം അല്ല, അത് അഗ്നി ബീജമന്ത്രമാണ്, അഗ്നി ബീജമാണ്. അതല്ല നമ്മളെ വിഷയം. ആ ബീജമന്ത്രത്തെ ടെക്നിക്കലി ഒരു ഋഷി കൊടുത്തു. അവിടെ ഇരുന്നിട്ട് മരാ 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 പറഞ്ഞു. ആദ്യത്തെ സംസ്കൃത ശ്ലോകമേ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗവതവും ഇതെല്ലാം എടുത്തിട്ട് പറ്റാത്ത വാക്കൊക്കെ പറഞ്ഞിട്ട് ഉള്ളതൊക്കെ തെറ്റി ഓമനമോൻ അരയണയാന്നൊക്കെ വായിക്കുന്നതിനേക്കാളും ഒരേ ഒരു മന്ത്രം, ഏകമന്ത്രം ജപിക്കണം. ഒരേ ഒരു മന്ത്രം, അത് ഉച്ചത്തിൽ ജപിച്ചോളൂ. മഹർഷിയെ അതിനൊരു ഉപദേശം തരുന്നുണ്ട്. ഉച്ചമന്തതഃ ഉത്തമസ്തവാത് ഉച്ചമന്തതഃ ചിത്തജം ജപ ധ്യാനമുത്തമം. ചിലപ്പോൾ ഉച്ചത്തിൽ ജപിക്കാം, ചിലപ്പോൾ പതുക്കെ ജപിക്കുക, വൈഖരി ശബ്ദത്തിൽ പതുക്കെ ജപിക്കുക. ഉള്ളിൽ മാനസീ ജപം വരുത്തുക. അതിന് ശേഷം പതുക്കെ ആ ജപം ധ്യാനമായിട്ട് മാറും. അതുകൊണ്ട് ഗുരുവിനെ വിശ്വസിക്കുക.
സ്മരണ, വിശ്വാസം. ഈ രണ്ടെണ്ണം നമ്മൾ ഒരു അധ്യാത്മ ജീവിതത്തിൽ വെച്ചിരിക്കുക. ഒരു ഗുരു പറയുമ്പോൾ അയാളെ സംശയിക്കാൻ പാടില്ല. അവിടെ മാങ്ങയെ കാണിച്ചു തരികയാണ് ഗുരു. എൻ്റെ പ്രഡിക്ഷൻ അവിടെ മാങ്ങയൊന്നുമില്ല. ഗുരുവിൻ്റെ ജസ്റ്റർ മാത്രം നോക്കിയിരുന്നാലോ? ഗുരു കാണിച്ചു തരണം, ഇങ്ങനെ കാണിച്ചു തരണം മാത്രം നോക്കിയിട്ടാണ്. നന്നായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ അവിടെ മാങ്ങയൊന്നും ഇല്ല കേട്ടോ. കാണിച്ചു തരുന്ന സമയത്ത് ആ മാങ്ങയെ നോക്കിയാൽ പിന്നെ നമുക്ക് പറഞ്ഞില്ലേ, തിരുവനന്തപുരം ചോദിച്ച് ആൾക്കാർ ഇവിടെ വരും. പത്മനാഭസ്വാമി ക്ഷേത്രം ചോദിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദിച്ചവനൊക്കെ ഉണ്ടോ? ചോദിച്ചവനും പറഞ്ഞു തന്നവനും എല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അടക്കം. പൂർണ്ണചന്ദ്രനെ നമ്മൾ കാണണം അല്ലേ? ചെറിയ ചന്ദ്രനായിരിക്കുമ്പോഴേ കാണണം. ചെറിയ ചന്ദ്രനായിട്ടിരുന്നിരുന്ന് ചെറിയ ചന്ദ്രൻ തന്നെയാണ് പൂർണ്ണചന്ദ്രനായിട്ടിരിക്കുന്നത്. ചെറിയൊരു പാർഷ്യലായിട്ട് കണ്ട ചന്ദ്രൻ തന്നെയാണ് പൂർണ്ണചന്ദ്രനിൽ അടക്കമായിട്ടിരിക്കുന്നത് പോലെ കാണിച്ചു തന്നതും ഗുരു എല്ലാം ആത്മാവായിട്ട് മാറും. എല്ലാവരും ആത്മാവിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിനെ നല്ലവണ്ണം മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, റോങ് അണ്ടർസ്റ്റാൻഡിങ് വരാതിരിക്കുക. സ്വയമേവ നമ്മൾ ആയിക്കഴിഞ്ഞു, ഇനി ഇതാണ് തീരുമാനം എന്ന് എടുക്കാതിരിക്കുക. രാമകൃഷ്ണദേവൻ ഒരു കഥ പറയണത്, ആ ശിഷ്യന്മാർക്കൊക്കെ ഉപദേശം കൊടുത്തു. ഈശ്വരൻ എല്ലാവരുടെ ഉള്ളിലിരുന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. എല്ലായിടത്തും ഈശ്വരനാണ് ഇരിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനാണെന്ന് പറഞ്ഞു. മൃഗങ്ങളിലും ജന്തുക്കളിലും ഒക്കെ ഈശ്വരനാണെന്ന് പറഞ്ഞു. ഒരു ഗുരു പറഞ്ഞു കഴിഞ്ഞു, ഈ കുട്ടികളെല്ലാം ഇറങ്ങി കുളിക്കാൻ വേണ്ടി പോയി. കുളിക്കാൻ പോണ വഴിക്ക് നോക്കിയപ്പോൾ ഒരു ആന ഇടഞ്ഞിട്ട് ഓടി വരികയാണ്. ആനക്കാരൻ മുകളിലിരുന്നിട്ട് ഓടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഓടി. ഒരാൾ, ഞാൻ ഗുരുവിൻ്റെ വാക്ക് അനുസരിക്കുന്ന ആളാണ്. ചിലരൊക്കെ ഉണ്ടല്ലോ വാച്യാർത്ഥം മാത്രം ചിന്തിച്ചുകൊണ്ട് പോണവരുണ്ട്. എല്ലാവരുടെ ഉള്ളിലും, എല്ലാ മൃഗങ്ങളുടെ ഉള്ളിലും ഈശ്വരനല്ലേ, എന്നാൽ ഈ ആനയുടെ ഉള്ളിലും ഈശ്വരനല്ലേ, ഈശ്വരൻ എന്നെ വല്ലതും ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിൽ കയറിയ ഒരു നിപ്പ്. തുമ്പിക്ക എടുത്ത് ഒരടി വീണ് കൈയും കാലൊക്കെ ഒടിഞ്ഞ് അവിടെ കിടന്നു. ഗുരു കാണാൻ വന്നു. ഡേയ് എന്താടാ പറ്റിയേ? ഗുരുവല്ലേ പറഞ്ഞത് എല്ലാവരുടെ ഉള്ളിലും മൃഗത്തിൻ്റെ ഉള്ളിലും ഒക്കെ ഈശ്വരനാണുള്ളതെന്ന്. എന്നിട്ടിപ്പോൾ ഈ ആന എന്നെ ഇടിച്ചിട്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഈ ആന മാത്രമാണോ ഉണ്ടായിരുന്നത്? ആനയുടെ മേളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. ആനയുടെ മേളിൽ ആനക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ എന്ത് പറഞ്ഞു? മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നീ ആനയുടെ ഉള്ളിൽ ഈശ്വരനെ കണ്ടു, ആനക്കാരൻ്റെ ഉള്ളിൽ ഈശ്വരൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. ആനക്കാരൻ്റെ രൂപത്തിൽ ഈശ്വരൻ എന്നിട്ട് നീ മാറുമെന്ന് പറഞ്ഞു. നീ ആനയിലേ ഈശ്വരനുള്ളൂ എന്ന് വിചാരിച്ചിരിക്കണു. ഇതാണ് റോങ് അണ്ടർസ്റ്റാൻഡിങ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ ഗുരുവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണ്. അവിടെ കുഴിയുണ്ടെന്ന് ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിക്കേ അറിയാവൂ. ആ കുട്ടി വന്ന് പറയാണ്, സാറേ അവിടെ കുഴിയുണ്ട്, പോടാ, ഞാൻ സർവജ്ഞനാണെന്ന് പറഞ്ഞു പോയാൽ കുഴിയിൽ വീഴും. അതുകൊണ്ട് ഈശ്വരൻ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലും ഉപദേശിക്കാം, ഒരു ഈച്ചയുടെ രൂപത്തിലും ഉപദേശിക്കാം, ഭാര്യയുടെ രൂപത്തിലും ഉപദേശിക്കാം. അല്ലേ? നല്ല സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് നേരെ അങ്ങ് മുമ്പിലിട്ടാൽ മനസ്സിലായിക്കോണം ഇതിലൊന്നും അർത്ഥമില്ല, അല്ലേ? അങ്ങനെ പല രൂപത്തിലും ഭഗവാൻ ഉപദേശിക്കും. ആ ഉപദേശമാണ് നമുക്കും ഇവിടെ പറയാനുള്ളത്. ഒന്ന് വിശ്വാസം, ഒന്ന് സ്മരണ, ഒന്ന് റോങ് അണ്ടർസ്റ്റാൻഡിങ്ങിലും പോവാതിരിക്കാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല